ഖത്തർ യാത്രക്കിടയിലാണ് പ്രിയ സുഹൃത്ത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫിയെ കണ്ടത്. കണ്ടെയ്നറുകൾ കൊണ്ടുള്ള ഒരുപാട് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. റാഫിനെ കണ്ടു. എന്താ സുഖല്ലേ? എന്നാ വന്ന്? ഞാൻ വന്നിട്ട് 2 ദിവസമായി. വളരെ സന്തോഷം. എന്താ റാഹത്താണ്? ഖത്തർ അടിപൊളിയല്ലേ? സന്തോഷം. ഖത്തറിൽ വെച്ച് കാണാൻ പറ്റിയ സന്തോഷം. ചങ്ങായിമാരാണ് ഇതൊക്കെ. കാസർഗോഡാണല്ലേ? ഓക്കെ. ഞാൻ കണ്ട്. ഏതാ എന്തോ റെസ്റ്റോറന്റ്? രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ്. മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ഇൻഷാല്ല ഒരു ഈ മാസം 25 ഈ മാസം ലാസ്റ്റോടെ ഓപ്പൺ ഉണ്ടാവും. പോയി ഭക്ഷണം കഴിക്കണം. പിന്നെന്താ എന്താ വിഷയം? എന്താ പേരെന്താ? മുനവർ അല്ലേ? ഓക്കെ സന്തോഷം. ഓക്കെ. നിങ്ങൾ ഇവിടെ തന്നെ ഖത്തറിൽ തന്നെ? ഏതാ ചാനൽ ഏതാ? ട്രിപ്പിൾ എൻ അല്ലേ? ഓ ഗ്രേറ്റ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യട്ടെ. എന്താണ് കണ്ടന്റ് സ്വഭാവം? എന്താ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ആക്ച്വലി 3 അനിയന്മാരാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അനിയന്മാരെ കളികളും കുസൃതികളും എല്ലാം കൂടി ചെയ്യുന്നുണ്ട്. സോ ഡു ചെക്ക് ഔട്ട്. ഓക്കെ. ഫുൾ കണ്ടെയ്നറുകളാട്ടോ. കണ്ടെയ്നറുകളാ. പോർട്ടിലാണ്, പിന്നെ കോർണിഷിലാണ് കണ്ടെയ്നറുകൾ വെച്ചുള്ള ഷോപ്പുകളാണ്. ഖത്തറിലെ ഒരു വെറൈറ്റി കാഴ്ച കേട്ടത്. ഇതല്ലേ പോർട്ട്? ഇവിടെ മീൻ മാർക്കറ്റ് ഇട്ടോ. വന്നപ്പോ മാർക്കറ്റ് ഹാസ് ബീൻ ക്ലോസ്ഡ്. സോ ബ്യൂട്ടിഫുൾ. വളരെ രസം അല്ലേ? ഇവിടുത്തെ ഖത്തർ മീൻ മാർക്കറ്റ് ആട്ടോ. ഖത്തർ മീൻ മാർക്കറ്റാണ്. അപ്പോൾ 6 മണി. ഭയങ്കര ജോഗിങ്ങള്. മീൻ മാർക്കറ്റിലെ ഇരിപ്പിടാട്ടോ. മീൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള തന്നെ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയാണ്. അടിപൊളി. അപ്പോൾ അടച്ചു കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അടിപൊളി. ഇതാട്ടാ മീന പോർട്ട് അല്ലായിരുന്നു? മീന പോർട്ട് പിന്നെ ഖത്തറിലെ ഓൾഡ് പോർട്ടാണ്. ഓക്കെ. ഇപ്പം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ മൊത്തം ഷോപ്പുകളാണ് അവിടെ അല്ലേ? ഖത്തർ ഇപ്പോൾ ടൂറിസത്തിൽ ഭയങ്കരമായി ഫോക്കസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബിൽഡിംഗ് ഒക്കെ ഒരു പഴയ സ്റ്റൈലില് ബിൽഡിംഗ് ഉണ്ടാക്കിയതാണ്. ഒരു ഭാഗത്ത് ഹോട്ടലുകൾ, മറ്റേ ഭാഗത്ത് ഷോപ്പുകൾ, അങ്ങനെയൊക്കെ. ഹോട്ടല് ഇത് ഈ ബിൽഡിംഗ് അല്ലേ? ഷിപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഷിപ്പ് ഇതിനകത്ത് ചെക്കിൻ ചെയ്യുന്നത്. ഇതിനകത്ത് പറഞ്ഞുണ്ടോ അക്വേറിയം? മിനി അക്വേറിയം അല്ലേ? ഞങ്ങൾക്കുള്ള വണ്ടി എത്തിട്ടോ. വണ്ടി എത്തി. കയറല്ലേ? ഇത് കയറി ഇരുന്നാ മതി. രണ്ടാൾക്ക് സീറ്റ് കിട്ടിയില്ല. പാർക്കിന്റെ ഭാഗം തന്നെ അല്ലേ? അപ്പുറത്തും കടല്, ഇവിടെയും കടലിന്റെ ഭാഗം. കടലിലൂടെ ഉണ്ടാക്കിയത് അല്ലേ? ഇറങ്ങിട്ടാ. ഇറങ്ങി. ഇത് ഫ്രീ ആണ് സംഭവം. ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടാ. ഇതാണ് തുർക്കിഷ് സെൻട്രൽ റെസ്റ്റോറന്റ്. ഇവിടെ നല്ല ഫുഡ് ഉണ്ട്. ആപ്പറ്റൈസേഴ്സ് ഒക്കെ. പിന്നെ ബാക്കിയുള്ള തുർക്കിഷ് ഫുഡ്. നിന്റെ ഫേവറേറ്റ് ഡിഷ് ഏതാ? മിക്സ് കബാബ്.